A good day to one and all. Myself, Abu Sharaf, from TKM School of Architecture, here to present my undergraduate thesis on Recreation Center, Trivandrum. Let's begin with the present recreational conditions. സെൻസസ് 2011 പ്രകാരം 31% ഓഫ് ആളുകളും അർബൻ ഏരിയയിലാണ് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 37 കോടി ആളുകൾ. ഇതിൽ തന്നെ 40% 2026 ആകുമ്പോഴേക്കും 40% ഇൻക്രീസ് ഉണ്ടാവും. അർബൻ ഗ്രീൻ ഗൈഡ്ലൈൻസ് 2014 പ്രകാരം അർബൻ ഏരിയയുടെ പെറിഫറൽ റീജിയൻസിലുള്ള ഓപ്പൺ സ്പേസ് എല്ലാം അർബൻ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർബൻ ഏരിയയിലുള്ളവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഒരു റിക്രിയേഷണൽ സ്പേസ് അവർക്കില്ല. ഇത് കാരണം അവരുടെ സ്ട്രെസ്സും ഡിപ്രഷനും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് ഈ തീസിസ് ഫോക്കസ് ചെയ്യുന്നത് ഒരു അർബൻ ഏരിയയുടെ പെറിഫറൽ റീജിയനിലുള്ള ഓപ്പൺ സ്പേസ് എടുത്തിട്ട് ആ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിനെ റിക്രിയേഷണൽ സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതുവഴി ഈ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് അത് മാറ്റുന്നതാണ് തീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മെയിൻ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് വെൽക്കമിങ് ആൻഡ് സോഷ്യബിലിറ്റി. റിക്രിയേഷൻ സെന്റർ ഒരുപാട് യൂസർ ഗ്രൂപ്പ്സിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പല രീതിയിലുള്ള യൂസർ ഗ്രൂപ്പ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊരു ഇൻഫോർമൽ ഇന്ററാക്ഷൻ ഉള്ള ഒരു സ്പേസ് ആക്കി ആ റിക്രിയേഷൻ സെന്റർ മാറ്റുക എന്നതാണ്. സിഗ്ന 360 വെൽബീങ് സർവേ പ്രകാരം ഗ്ലോബലി 89% ആളുകളും സ്ട്രെസ്ഡ് ആണ്. ഇന്ത്യയുടെ കേസിൽ 82% ആളുകളും സ്ട്രെസ്ഡ് ആണ്. അതിൽ തന്നെ ഓരോ ഏജ് ഗ്രൂപ്പിന്റെ കാര്യം ഒരു സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രെസ്സും ഡിപ്രഷനും കാരണം അർബൻ ലെവലിലുള്ള ആളുകൾക്ക് ഹാർട്ട് ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, വെയിറ്റ് ഗെയിൻ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഒരുപാട് ഡിസീസ് വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. ഇനി ഗ്ലോബൽ ലെവലിലുള്ള റിക്രിയേഷൻ ഓപ്പൺ സ്പേസിനെ കുറിച്ച് നോക്കാം. ഗ്ലോബൽ ലെവലിലോട്ട് മിക്ക ഡെവലപ്ഡ് കൺട്രീസിലും 40 m² പെർ പേഴ്സൺ മിക്ക ഡെവലപ്ഡ് കൺട്രീസിലും 40 m² പെർ പേഴ്സൺ എന്ന റേറ്റിലാണ് ഒരു ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. WHO ഒരാൾക്ക് 9 m² ഓപ്പൺ സ്പേസ് വേണമെന്നാണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യൻ സിറ്റീസിൽ ഏറ്റവും കുറവ് ഓപ്പൺ സ്പേസ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. 0.6 m² പെർ പേഴ്സൺ എന്ന റേറ്റിലാണ് അവിടെ ഓപ്പൺ സ്പേസ് ഉള്ളത്. WHO ഇൻസിസ്റ്റ് ചെയ്യുന്നത് 9 m² പെർ പേഴ്സൺ എന്നാണ്. ഈ റിക്രിയേഷൻ ഈ സ്ട്രെസ്ഫുൾ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 100 അഡൾട്ട്സിൽ നടത്തിയ ഒരു സർവേ പ്രകാരം 3 ദിവസം കൊണ്ട് റിക്രിയേഷൻ ഫംഗ്ഷൻസിൽ ഏർപ്പെടുന്ന ആളുകൾ 34% സ്ട്രെസ് റെഡ്യൂസ് ആയി എന്നാണ് പറയുന്നത്. അതുപോലെ അമേരിക്കൻ റിക്രിയേഷൻ കൊളീഷൻ സ്റ്റഡി പ്രകാരം ഔട്ട്ഡോർ റിക്രിയേഷൻ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന 90% ആളുകളും ലൈഫ് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. ഫർദർ സ്റ്റഡിയിലോട്ട് പോകുമ്പോൾ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് വേറെയും ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ട്രിവാൻഡ്രം ആക്കുളത്താണ് സൈറ്റ് എടുത്തിരിക്കുന്നത്. കൊല്ലം ട്രിവാൻഡ്രം ഹൈവേ നിന്ന് ശ്രീകാര്യത്തോട്ട് പോകുന്ന വഴിയാണ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്തിന്റെ റിക്രിയേഷൻ കണ്ടീഷൻസിലോട്ട് വരുമ്പോൾ ആസ് പെർ എ സ്റ്റഡി കണ്ടക്ടഡ് ബൈ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ സയൻസസ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനെയും സ്കൂൾ ടീച്ചേഴ്സിനെയും വെച്ച് ഒരു സർവേ നടത്തിയപ്പോൾ 78% ആളുകളും അതിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണെന്ന്. അതുപോലെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ 350 എംപ്ലോയീസിനെ വെച്ച് നടത്തിയ സർവേയിൽ 70% ആളുകളും സ്ട്രെസ്ഡ് ആണെന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. ട്രിവാൻഡ്രത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ട്രിവാൻഡ്രത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡപ്പ് ഏരിയയിലും 10 വർഷത്തിനിടയിൽ വലിയ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിന്റെ ഗ്രോത്ത് സ്ട്രക്ചർ നോക്കുമ്പോൾ 2 കോർ പോയിന്റ്സ് നിന്നാണ് ട്രിവാൻഡ്രം വളർന്നു വരുന്നത്. ഒന്ന് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വളർന്നു വരുന്നത്, 2 ടെക്നോ പാർക്കിന്റെ ഏരിയയിൽ നിന്നും താഴോട്ട് വളർന്നത്. അപ്പോൾ ഈ രണ്ട് അർബൻ ഏരിയയുടെയും ഒരു സെന്റർ എന്ന രീതിയിലാണ് ഞാൻ സൈറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. സൈറ്റിന്റെ അടുത്തുള്ള ബാക്കി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് ആണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. IT പാർക്കുള്ളവർക്കും ടെക്നോ പാർക്കുകൾക്കുള്ളവർക്കും ട്രിവാൻഡ്രം സിറ്റി ടച്ച് ചെയ്യാതെ തന്നെ ഒരു റിക്രിയേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഈ സൈറ്റിന് സാധിക്കും. സൈറ്റിന്റെ 5 കിലോമീറ്റർ റേഡിയസിലുള്ള മെയിൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IT ബിൽഡിംഗ്സ് ആണ് ഈ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ് ആണ് ഈ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് റിക്രിയേഷൻ ഫെസിലിറ്റീസിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലാവും. ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസിന്റെ സെന്ററിലാണ്. വേളി, ആക്കുളം വാട്ടർ ഫ്രണ്ട് ടൂറിസം ഡെവലപ്മെന്റിന് ഒരു കണക്ടിവിറ്റി കൊണ്ടുവരാൻ ഈ പ്രോജക്റ്റ് സാധിക്കും. സൈറ്റിന്റെ ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സിന്റെയും സെന്ററിലായിട്ടാണ് ഈ സൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ പ്ലാനിലെ കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് പ്രകാരം ഓപ്പൺ സ്പേസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോൺ 2 റീഡെവലപ്മെന്റ് ഏരിയ ആയിട്ടാണ് സോൺ ചെയ്തിരിക്കുന്നത്. സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് CC ബ്ലൂ സോണിലായതുകൊണ്ട് 40 meters ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട് ബിൽഡിംഗ്സിനെല്ലാം. അതുപോലെ CRZ കണ്ടീഷൻ നോക്കുമ്പോൾ സൈറ്റ് ഈസ് ഫ്രീ ഫ്രം CRZ സോൺ. ഇതാണ് സൈറ്റ് പ്ലാൻ. 2 പാർട്ടായിട്ട് അതിനൊരു വാട്ടർ ബോഡി സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സൈറ്റ് കിടക്കുന്നത്. റൈറ്റ് പാർട്ട് 48,650 m², ലെഫ്റ്റ് പാർട്ട് 21,000 m² ആണ്. ടോട്ടൽ 17 acres ഓഫ് ലാൻഡ് ആണ്. ഇത് സൈറ്റിന്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നുള്ള സൈറ്റ് വ്യൂ ആണ്. ഇതാണ് 2 പാർട്ട് ഓഫ് സൈറ്റ്. അതിനൊരു വാട്ടർ ബോഡി സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ആക്കുളം ലേക്ക് വരുന്നത്. അതിന്റെ ഫിഗർ ഗ്രൗണ്ട്, സൗണ്ട് പാത്ത്, റോഡ് മെയിൻ, റോഡ് നെറ്റ്വർക്ക്സ്, വെജിറ്റേഷൻ, വിൻഡ് ഡയറക്ഷൻ, വാട്ടർ ബോഡി ആൻഡ് റിലീഫ് മാപ്പ്. സൈറ്റിന്റെ വെജിറ്റേഷനിലോട്ട് പോകുമ്പോൾ റൈറ്റ് പാർട്ട് ഓഫ് ദ സൈറ്റ് ഭയങ്കര വെജിറ്റേറ്റഡ് ആണ്, ഭയങ്കര തിക്ക് വെജിറ്റേഷൻ ആണ്. അതുപോലെ സ്ലോപ്പ് ലാൻഡ് ആണ്.
പക്ഷേ സൈറ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഒട്ടും വെജിറ്റേറ്റഡ് അല്ല. ഈ രണ്ട് പീസ് ഓഫ് ലാൻഡിനെയും ചെറിയ വരമ്പുകൾ വെച്ച് നാച്ചുറലി കണക്റ്റഡ് ആണ്. റൈറ്റ് പാർട്ട് ഒരു സ്ലോപ്പ് സൈറ്റ് ആണ്, ഭയങ്കര തിക്ക് വെജിറ്റേഷൻ ആണ്. Moving on to SWOT analysis, the site has roads on three sides which helps in connecting the nearby activities to the site. The water body which divides the site into two makes the area cool and humid. The site has a natural slope to maintain its drainage. The site is thickly vegetated and hence makes the space cool. Moving on to the weakness of the site has a west-facing slope which results in a lot of solar gain in late afternoon. പിന്നെ സൈറ്റിന്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന 3 ടൈപ്സ് ഓഫ് ലാൻഡ് വരുന്നുണ്ട് ഇവിടെ. ഒന്ന് ഫ്ലാറ്റ് ലാൻഡ് ആണ്, വെജിറ്റേറ്റഡ് അല്ല. 2 വാട്ടർ ബോഡി വരുന്നുണ്ട്. 3 തിക് വെജിറ്റേഷൻ ഉള്ള സ്ലോപ്പ് ലാൻഡും വരുന്നുണ്ട്. അപ്പം ത്രീ ടൈപ്സ് ഓഫ് ലാൻഡ് ആയതുകൊണ്ട് പല റിക്രിയേഷൻ ഫെസിലിറ്റീസും ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു സൈറ്റാണ്. സൈറ്റിൽ ത്രെറ്റ് എന്ന് പറയുന്നത് റൈറ്റ് പാർട്ടിലെ ലോവർ പോർഷൻ കുറച്ച് മാഷിയാണ്, അതുകൊണ്ട് ഓൾട്ടർ ചെയ്യാതെ ഹെവി കൺസ്ട്രക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. സൈറ്റിന്റെ എയ്റ്റ് കണ്ടീഷൻസ് നോക്കുമ്പോൾ മൂന്ന് സൈറ്റിലാണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്, 1, 2 and 3. ഈ 3 സൈറ്റിലും റോഡുമായിട്ട് സൈറ്റിന് വലിയ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ 3 സൈഡിൽ നിന്നും സൈറ്റിലോട്ട് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സൈറ്റിന്റെ അഡ്ജസൻറ്റ് ഫംഗ്ഷൻസിലോട്ട് പോകുമ്പോൾ ഇവിടെ ഈ പാർട്ടിലായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. My vision is to create a recreational hub which invites various types of people to socialize each other in a nature-friendly environment. ഈ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്ട്രാറ്റജീസ് ആണ്. ഒന്ന്, വെൽക്കമിങ്. വേരിയസ് യൂസർ ഗ്രൂപ്പ്സിനെ സ്റ്റഡി ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്തത് വഴി അവരെ വെൽക്കം ചെയ്യുന്നുള്ളതാണ്. ഈ സൈറ്റിലോട്ടുള്ള മെയിൻ യൂസർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റിയും പിന്നെ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിന്റെ സദേൺ സൈഡിൽ ഓൾറെഡി ഗവൺമെന്റ് പ്രപ്പോസസ് ടൂറിസം സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ കണക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ റൈറ്റ് പാർട്ട് ഓഫ് ദ സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാം. ടൂറിസം ആക്ടിവിറ്റീസ് റൈറ്റ് പാർട്ടിൽ യൂസ് ചെയ്യാം. സൈറ്റിന്റെ ഈസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അവർക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ അതുമായി ബന്ധപ്പെട്ട റിക്രിയേഷൻ ഫംഗ്ഷൻസ് ഈ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്ട്രാറ്റജി ഇസ് ടു മേക്ക് ദ സൈറ്റ് ഇന്ററാക്റ്റീവ്. അതിനുവേണ്ടി കണക്ടിവിറ്റി ടൈമിങ്ങും ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷനും ഫോക്കസ് ചെയ്യും. എന്നുവെച്ചാൽ പല യൂസർ ഗ്രൂപ്പ്സിനുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവന്ന് ആ ഓരോ റിക്രിയേഷൻ ഫംഗ്ഷനും തമ്മിലൊരു കണക്ടിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ററാക്ഷനുള്ള പോസിബിലിറ്റി കൂടും. അതുപോലെ ഓരോ യൂസർ ഗ്രൂപ്പ്സിനുള്ള ടൈമിംഗ് ഐഡന്റിഫൈ ചെയ്ത് അവിടെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ സ്ട്രാറ്റജി വെച്ചാൽ എക്സ്പീരിയൻസ് ആണ്. റിക്രിയേഷൻ ഫംഗ്ഷൻസ് മാത്രമല്ല, ആ സൈറ്റും അവിടെയുള്ള ചുറ്റുപാടും ആ ചുറ്റുപാടും ആൾക്കാർക്ക് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായി കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി അവരുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നോട്ട്സും വിഷ്വൽ കണക്ടിവിറ്റിയും സ്പെഷ്യലി ഫോക്കസ് ചെയ്യും. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒന്ന്, അവർക്ക് വാക്കിങ്ങിനും ജോഗിങ്ങിനും വേണ്ടി പാത്വേസ് പ്രൊവൈഡ് ചെയ്യും, സെക്വേ ട്രാക്സ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ സൈക്ലിംഗ് ട്രാക്സും പ്രൊവൈഡ് ചെയ്യും. ഓരോ ഇന്റർവെല്ലും ഓരോ ആക്ടിവിറ്റി നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ അങ്ങോട്ട് ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു ഇന്ററാക്റ്റീവ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കും. ഓരോ റിക്രിയേഷൻ ഫംഗ്ഷൻ തമ്മിൽ ഒരു വിഷ്വൽ കണക്ടിവിറ്റി കൊണ്ടുവരാനും ശ്രമിക്കും. ഇതാണ് സൈറ്റിന്റെ ബേസിക് സോണിങ്. രണ്ട് സൈറ്റും 2 എൻട്രി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് പാർട്ടിന് ഇവിടെയും ലെഫ്റ്റ് പാർട്ടിന് ഇവിടെ ആയിട്ടാണ് എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ സൈറ്റിൽ മെയിനായിട്ട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ താഴെയുള്ള ടൂറിസ്റ്റ് നെറ്റ്വർക്കിലോട്ട് കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സൈറ്റിന്റെ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചാണ് റിക്രിയേഷൻ ഫംഗ്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് പാർട്ട് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ കോഡ് റിക്രിയേഷൻ ഫംഗ്ഷൻസ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ അതുപോലുള്ള ഫംഗ്ഷൻസ് ആണ് ലെഫ്റ്റ് റിക്രിയേഷൻ ഫംഗ്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ അഡ്വഞ്ചർ പാർക്കും കോട്ടേഴ്സും അതുപോലെയുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഡിസൈൻ ഡെവലപ്മെന്റിലോട്ട് വരുമ്പോൾ സൈറ്റിന്റെ ലെഫ്റ്റ് പോർഷൻ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാർജ് ഏരിയ ആവശ്യമുള്ള റിക്രിയേഷൻ ഫംഗ്ഷൻസ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്രിയേഷൻ ഫംഗ്ഷൻസും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് IT പ്രൊഫഷണൽസും ഇവിടെയുള്ള റെസിഡൻസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുള്ള സ്റ്റുഡൻസും ആണ്. വേറെ റൈറ്റ് സൈഡിലുള്ള റിക്രിയേഷൻ ആക്ടിവിറ്റീസ് മെയിനായിട്ട് ടൂറിസം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ 2 യൂസർ ഗ്രൂപ്പ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും അതുപോലെ അവർക്കൊരു മെയിൻ ഇന്ററാക്റ്റീവ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ അറേഞ്ച്മെന്റ് ആണ് അടുത്തത്. ലീനിയർ അറേഞ്ച്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ കോഡിനും കൂടുതൽ ലൈറ്റിംഗ്, നാച്ചുറൽ ലൈറ്റിംഗും വെന്റിലേഷനും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ കോമൺ സ്പേസിന്റെ ഏരിയ മിനിമം ആക്കാൻ പറ്റുകയും ചെയ്യും. ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്രിയേഷൻ ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബിൽഡിങ്ങിന്റെ ഒരു വെർട്ടിക്കൽ സോണിംഗ് ആണിത്. ഇതിന്റെ ഈ ബ്രിഡ്ജ് ഒന്ന് കണക്ട് ചെയ്യുന്ന ഭാഗം ഇവരുടെ ഒരു കോമൺ സ്പേസ് ആയിട്ടും ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ അതിന്റെ അഡ്മിൻ ഏരിയ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും മുകളിലോട്ട് പാർക്കിംഗ് ഫ്ലോർസ് ആയിട്ടുമാണ് സോൺ ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ മെഡിറ്റേഷൻ സെന്റർ കൊടുത്തിട്ടുണ്ട്. മെഡിറ്റേഷൻ സെന്റർ ആ സൈറ്റിലെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ടോപ്പിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു മൂവ്മെന്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ മെയിനായിട്ട് 3 യൂസർ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് ടൂറിസ്റ്റ് ആണ്, 2 ഇവിടെയുള്ള കമ്മ്യൂണിറ്റി, 3 IT പ്രൊഫഷണൽസ്. ടൂറിസ്റ്റ് മെയിനായിട്ട് വരുന്നത് ഈ സൈറ്റിന്റെ ഈ പോർഷനിലൂടെ ആയിരിക്കും. ഇവിടുന്ന് അവർക്ക് സൈക്ലിംഗ് സെഗ്വേ ട്രാക്സ് റെന്റ് ഔട്ട് ചെയ്ത് സൈറ്റിലുള്ള എല്ലാ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെയുള്ള വാട്ടർ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സിസ്റ്റിംഗ് നാച്ചുറൽ കണക്ടിവിറ്റി വഴി
അവർക്ക് ഈ സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാം. ഇതുവഴി എൻ്റർ ചെയ്യുന്നവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റുഡൻസ്, ഇവിടെയുള്ള കമ്മ്യൂണിറ്റീസ്, പിന്നെ IT പ്രൊഫഷണൽസ്, ഇവർ 3 പേരും ഇതുവഴിയായിരിക്കും എൻ്റർ ചെയ്യുന്നത് സൈറ്റിലോട്ട്. ഇവിടെ എൻ്റർ ചെയ്ത് ഇവരുള്ള കോർട്ട് ആക്ടിവിറ്റീസിലും കോർട്ട് റിക്രൂഷൻ ഫംഗ്ഷൻസിലെല്ലാം ഇൻവോൾവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഇതാവും അവർക്ക് ഇതുവഴി ഇങ്ങോട്ട് കയറാം. വാട്ടർ റിക്രൂഷൻ ഫംഗ്ഷൻസ് വരുന്ന ആളുകൾക്ക് ഇതുവഴി ഇങ്ങനെയും കയറാം. ഇങ്ങനെ ഈ 3 യൂസർ ഗ്രൂപ്പ്സിനെയും ഒരു കോമൺ സ്പേസ് ആയിട്ട് ഈ ഒരു സ്പേസ് ആക്ട് ചെയ്യും. 2 ബിൽഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ ലെവലിലോട്ട് പോകുമ്പോൾ ഈ സൈറ്റിലെ എല്ലാ റിക്രിയേഷണൽ ഫംഗ്ഷൻസിൻ്റെയും ഒരു സെൻറ്ററാണ്, ഒരു മെയിൻ ഇൻട്രാക്റ്റീവ് സ്പേസ് ആണ് ഇത്. ഈ സൈറ്റിലെ എല്ലാ റിക്രിയേഷൻ ഫംഗ്ഷൻസിൻ്റെയും മെയിൻ സ്പേസ് ആണ് ഇത്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ബ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് സോൺ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ അഡ്വഞ്ചർ പാർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അഡ്വഞ്ചർ പാർക്ക് സോൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ കോട്ടേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ATV ട്രാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ റിക്രിയേഷൻ ഫംഗ്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി വരുന്ന ടൂറിസ്റ്റ് വന്ന് ഇവിടെ വന്ന് ഈ സൈറ്റിലെ കംപ്ലീറ്റ് പാർക്കിംഗ് എത്തുന്നത് ഈ ഒരു ബ്ലോക്കിലാണ്. ഈ പാർക്കിംഗ് ബ്ലോക്കിൽ വന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവർ അഡ്വഞ്ചർ പാർക്കിലോട്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി കയറുന്നത്. വാട്ടർ റിക്രൂഷൻ ഫംഗ്ഷൻസ് ആണെങ്കിൽ താഴോട്ട് റാമ്പ് വഴി ഇറങ്ങി വാട്ടർ റിക്രൂഷൻ ഫംഗ്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൽ ATV ട്രാക്സിലോട്ടാണെങ്കിൽ ഇതുവഴി ഇറങ്ങി ഇവിടുത്തെ ATV ട്രാക്സ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. താഴത്തെ വാട്ടർ റിക്രൂഷൻ ഫംഗ്ഷൻസിന്റെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ വാട്ടർ റിക്രൂഷൻ ഫംഗ്ഷൻസ് മെയിനായിട്ട് സോൺ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഏരിയയിൽ ബോട്ടിംഗ് ആണ് സോൺ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ട ബോട്ടിംഗ് ടെക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയാക്കിംഗ് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സർവീസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് പെഡൽ ബോട്ട് ആക്ടിവിറ്റി, ഇവിടെ നാച്ചുറൽ പൂൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി വാക്ക് വേസിന്റെ കാര്യം പറയുമ്പോൾ വാക്ക് വേസ് മൂന്ന് രീതിയിലാണുള്ളത്. ഇതൊരു ടെമ്പററി വാക്ക് വേ ആണ്. കാരണം ഈ കയാക്കിങ്ങിന്റെയും സ്റ്റാൻഡേർഡ് പെഡലിന്റെയും കോമ്പറ്റീഷൻസ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ട്രാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെമ്പററി വാക്ക് വേ, ഫ്ലോട്ടിംഗ് ടെമ്പററി വാക്ക് വേ ആണ്, അതെടുത്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ട്രാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇത് എക്സിസ്റ്റിംഗ് വാക്ക് വേ ആണ്. ഇത് ഇവിടം വരെ എക്സിസ്റ്റിംഗ് ആണ്. ബാക്കി വെറ്റ്ലാൻഡിലൂടെ ഉള്ള ഒരു വുഡൻ വാക്ക് വേ ആണ് ഇത്. അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് 3 വഴിയാണ് ഈ 2 സൈറ്റും കണക്ട് ചെയ്തിരിക്കുന്നത്. റിക്രിയേഷൻ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മേജർ ഒരു പോർഷൻ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്കി വരുന്നത് ഇവിടെ അതിന്റെ അഡ്മിൻ ഏരിയ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അതിന്റെ സർവീസ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റാഫ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള റാമ്പ് മുകളിലോട്ടുള്ള ഓഡിറ്റോറിയത്തിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സെഗ്വേ, അതുപോലെ സൈക്ലിംഗ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിൽ തന്നെ അവർക്ക് റെന്റ് ഔട്ട് ചെയ്തിട്ട് ഈ ഹോൾ ബിൽഡിങ്ങിനകത്തൂടെ റാമ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഹോൾ ബിൽഡിംഗ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റുള്ള ടൂറിസ്റ്റ് റിക്രിയേഷൻ ഫംഗ്ഷൻസ് അതുവഴി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഈ സൈറ്റിലോട്ട് ഇതുവഴി വരുന്നവർ യൂസർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, IT പ്രൊഫഷണൽസ്, സ്റ്റുഡൻസ് ആയിരിക്കും. അവർ ഇതുവഴി വന്ന് ലോബി വഴി കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ ഇതുവഴി വന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്പണിംഗ് വഴി പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ പുറത്തോട്ടിറങ്ങി ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്യാം. ഇത് റെന്റ് ഔട്ട് ചെയ്തിട്ട് 2 റാമ്പ് വഴി അവർക്ക് മുകളിലോട്ട് പോകാം. ഒരു റാമ്പ് ഈ റാമ്പ് ഇതുവഴി പോവാം, അതല്ല ഇതുവഴി ഈ റാമ്പ് വഴിയും പോവാം. ഈ റാമ്പെല്ലാം നടന്ന് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ റാമ്പിലോട്ട് ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ 2 സൈഡിലും സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഈ റാമ്പിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ടൂറിസ്റ്റ് ആണ്. അവർ ഈ 3 വഴിയായിരിക്കും ഗ്രൗണ്ട് വഴി വരുന്നത്. അവർക്ക് ഇതുവഴി വന്ന് ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്ത് ഇവിടുന്ന് സെഗ്വേ സൈക്ലിംഗ് റെന്റ് ഔട്ട് ചെയ്ത് ഈ റാമ്പ് വഴി മുകളിലോട്ട് കയറി. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് സോൺ ചെയ്തിരിക്കുന്നത് ബാസ്കറ്റ്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട്, വോളിബോൾ കോർട്ട്, സ്കേറ്റിംഗ് ഏരിയ, പിന്നെ ഈ പൂളിന്റെ താഴത്തെ സർവീസ് ഏരിയ ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓഡിറ്റോറിയം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിലോട്ടുള്ള എൻട്രി എന്ന് വെച്ചാൽ ഒന്നുകിൽ ലെഫ്റ്റ് വഴി വന്ന് ഈ കൊറിഡോർ വഴി ആക്സസ് ചെയ്യാം, അതല്ലെങ്കിൽ റാമ്പ് വഴി കയറി വന്ന് ഈ ഓഡിറ്റോറിയത്തിലോട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. പബ്ലിക്കിന്, അതായത് ഇവിടെ വരുന്ന 2 രീതിയിലുള്ള ആളുകളായിരിക്കും. ഒരെണ്ണം ഈ ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ബാഡ്മിന്റൺ ഇതിലെല്ലാം കളിക്കാൻ വരുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ കളി കാണാൻ വരുന്ന ആളുകളും കാണും. ഈ റിക്രിയേഷൻ ഫംഗ്ഷൻസിലോട്ടുള്ള ഈ കോർട്ടുകളിലോട്ടുള്ള മെയിൻ എൻട്രി സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിലായിട്ട് നോക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കോർട്ടുകളുടെ എല്ലാം മെയിൻ എൻട്രി വരുന്നത്. ഈ റാമ്പ് വഴി വരുന്ന ആളുകളെല്ലാം സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് എത്തുന്നത്. ഈ ഒരു കോമൺ സ്പേസിലോട്ട് എത്തിയിട്ട് ഇവിടെ ഒരു ഗാലറി വരുന്നുണ്ട്. ആ ഗാലറിയിലോട്ട് എൻ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ താഴോട്ട് ഓരോ കോർട്ടിലോട്ടും താഴോട്ട് ഇറങ്ങിയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെയാണ് സോൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കോർട്ട് ഇതിന്റെ മുകളിലായിട്ട് അടുത്ത കോർട്സ് വരുന്നുണ്ട്. ഈ കോർട്ടിൽ വരുന്ന ആളുകൾക്ക് ഒരു കോമൺ സ്പേസ് വേണം എന്ന രീതിയിലാണ് ഇങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് ഇറക്കുന്നത്. അത് മാത്രമല്ല പബ്ലിക് ഇവിടെ 2 രീതിയിലുള്ള ആളുകളാണ് വരുന്നത്. ഒന്ന് ഈ കോർട്സിലെല്ലാം കളി കാണാൻ വരുന്ന ആളുകൾ കാണും, അതുപോലെ കളിക്കാൻ വരുന്ന ആളുകളും കാണും. ഇതുവഴി വന്നിട്ട് അവർ ഈ ഗാലറിയിൽ ഇരിക്കാം, അതല്ലെങ്കിൽ കളിക്കണമെങ്കിൽ താഴോട്ട് ഇറങ്ങാം. താഴോട്ട് ഇറങ്ങിയ ശേഷം ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് എത്തുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അവരുടെ ഒരു കോമൺ സ്പേസ് ആയിട്ട്
ആക്ട് ചെയ്യും. ഇവിടെയാണ് അതിന്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ അവരുടെ ഡ്രസ് ചേഞ്ചിങ് ഏരിയ, ടോയ്ലറ്റ്, വാഷ്റൂം എല്ലാം ഈ ഒരു ഏരിയയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് വഴിയുള്ള ആക്സസ് ആണ് ഇത് ഈ ഫ്ലോറിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായാൽ അവരുടെ ലിഫ്റ്റ് വഴി കൊണ്ടുപോകാനുള്ള ഒരു പ്രൊവിഷൻ എന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. സ്കേറ്റിങ്ങിലോട്ടുള്ള എൻട്രിയും വരുന്നത് ഈ ഒരു ഫ്ലോറിൽ തന്നെ. ഈ ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ സ്കേറ്റിങ്ങിലോട്ടുള്ള എൻട്രിയും വരുന്നത്. ഇതുവഴി അടുത്തൊരു റാമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ റാമ്പ് വഴി വരുന്ന ആളാണെങ്കിൽ ഇതുവഴി വന്ന് ഇങ്ങനെ കയറി ഇതുവഴി വന്ന് ഈ ഫ്ലോറിലെത്തും. ഈ ഫ്ലോറിൽ നിന്ന് നേരെ ഇങ്ങനെ പോകും. ഇതെല്ലാം സ്റ്റെപ്പ് വഴിയാണ് വരുന്നതെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കയറി പോവുകയും ചെയ്യും. ഈ റാമ്പ് വഴി ചെന്നെത്തുന്നത് ഈ കോമൺ സ്പേസിലോട്ടാണ്. ഇതാണ് ഈ രണ്ട് സൈറ്റിന്റെയും മെയിൻ കോമൺ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ്. ഇവിടെയാണ് അടുത്ത സെറ്റ് ഓഫ് കോർട്സ് വരുന്നത്. ഈ കോർട്സിന്റെ മുകളിലായിട്ട് ഇവിടെ 2 ഫുട്ബോൾ കോർട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ കോർട്ട്, ഇവിടെ 3 ഫുട്ബോൾ കോർട്ടും ഇവിടെ ഒരു ക്രിക്കറ്റ് കോർട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റീസും ഇവിടെ സ്ക്വാഷ് കോർട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്കേറ്റിംഗ് ട്രാക്കിന്റെ മുകളിലൂടെ ആയിട്ടാണ് സ്റ്റെപ്പ് വഴി വരുന്നത്. റാമ്പ് വഴി വരുന്നത് ഇതുവഴിയും വരും. ഇത് വന്ന് ഇവിടെയാണ് ഇവരുടെ ഒരു കോമൺ സ്പേസ് വരുന്നത്. ഈ സെഗ്വേ സൈക്കിൾ വഴി വരുന്ന ആളുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ ഒരു ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റിലുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇത് സർവീസ് കോറാണ്. സർവീസ് കോറിന്റെ ഇവിടുന്ന് കിച്ചൺ കൗണ്ടർ വഴി ഇവിടെ ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാർക്കാണ്. ഈ പാർക്കാണ് ഈ മെയിൻ കോമൺ സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ വെറുതെ കളി കാണാൻ വരുന്ന ആളുകളാണെങ്കിലും താഴത്തെ കോർട്ടുന്ന ഈ കോമൺ സ്പേസിൽ നിന്ന് ഇവരെന്തായാലും മുകളിലോട്ട് കയറും, ഈ ഒരു കോമൺ സ്പേസിലോട്ട് കയറും. അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യാൻ അങ്ങനെ ഈ രണ്ട് കോർട്ടിലോട്ടും വരുന്നവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഈ കോമൺ സ്പേസ് കൊടുത്തത്. അതിനു വേണ്ടിയാണ് ഇവിടെ വരുന്ന ആളുകളെ മുകളിലോട്ട് കയറ്റിയിട്ട് പിന്നെയും താഴോട്ട് തന്നെ ഇറക്കുന്നത്. ഈ ലെവലും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒന്നുകൂടെ കൂടും. ഇവിടെ ആയിട്ടാണ് അതിന്റെ ആർക്കേഡ് ഗെയിംസ് എല്ലാം വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ഈ റാമ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ റാമ്പ് ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ വന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ വഴി മുകളിലോട്ട് അടുത്ത ഫ്ലോറിലോട്ട് പോകും. അതല്ല ഇങ്ങനെ വന്ന് ഈ ബ്രിഡ്ജ് വഴി മറ്റേ ബിൽഡിങ്ങിലോട്ട്, മറ്റേ സൈറ്റിലോട്ടുള്ള കണക്ടിവിറ്റിയിലോട്ടും പോവാം. റാമ്പ് ഇതുവഴി വരുന്ന റാമ്പും ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഈ കോമൺ സ്പേസിലോട്ട് തന്നെയാണ് എത്തുന്നത്. ഈ വാട്ടർ റിക്രിയേഷൻ ഫങ്ഷൻസിനെ സറൗണ്ട് ചെയ്ത് വരുന്നതാണ് ഈ ഒരു റാമ്പ്. 4th ഫ്ലോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4th ഫ്ലോറിൽ ഈ കോർട്സിന്റെ ഡബിൾ ഹൈറ്റ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഈ താഴെയുള്ള ആർക്കേഡ് ഗെയിംസിന്റെ ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇൻഡോർ ഗെയിംസ്, റെസ്റ്റോറൻറ്റും റീഡിംഗ് വർക്ക് സ്പേസും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് ഗെയിംസ് ഒന്നിച്ചുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഇങ്ങനെ റാമ്പ് വരും. ഇവിടെ ഇൻഡോർ വാട്ടർ റിക്രിയേഷൻ ഫങ്ഷൻസ് എല്ലാം ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. 5th ഫ്ലോറിലോട്ട് വരുമ്പോൾ ജിം ആൻഡ് യോഗയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലായിട്ട് ജിം ആൻഡ് യോഗ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്ലോർ പ്ലാനിലോട്ട് പോകുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരും. ഇതാണ് റാമ്പ് എന്ന് പറയുന്നത്. ഈ റാമ്പ് വഴിയാണ് പബ്ലിക് മുകളിലോട്ട് വരുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് കഴിഞ്ഞ് ഇതുവഴി വന്ന് ഈ സ്റ്റെപ്പ് വഴി റാമ്പിലോട്ട് ആക്സസ് ചെയ്യും. ഇതുവഴി വരുന്നവർ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് ആക്സസ് ചെയ്യും. എന്നിട്ട് ഈ റാമ്പ് വഴി ഈ കോമൺ സ്പേസിലോട്ട് എത്തും. സ്റ്റെപ്പ് വഴി ഇങ്ങനെ പോകും. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെയാണ് ഇതിന്റെ ലോബി വരുന്നത്. ഇതാണ് കോർട്ട്. ഈ കോർട്ടിനൊക്കെ കുറച്ച് തള്ളിയിട്ടാണ്. അതാകുമ്പോൾ ഇവർക്ക് ഇവിടെ നിന്നുള്ള സൺഷെയ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ വരുന്നത് ഫുട്ബോൾ കോർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് സൺഷെയ്ഡിന്റെയും അതുപോലെ വാട്ടറിന്റെയും പ്രശ്നമില്ല, മഴ വരുന്നതിന് പ്രശ്നമില്ല. അവർക്ക് സൺഷെയ്ഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി അങ്ങനെ കൊടുത്തതാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. പിന്നെ ഇവിടെ ഈ റാമ്പിന്റെ താഴെയിലായിട്ടാണ് ഗോ കാർട്ടിംഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗോ കാർട്ടിങ്ങിന്റെ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ മുകളിലൂടെ ആയിട്ടാണ് ഈ ട്രാക്കും ഈ റാമ്പും പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലാൻഡിങ്ങിലെല്ലാം നിന്ന് ഈ ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഗോ കാർട്ടിങ്ങിന്റെ വർക്ക്ഷോപ്പും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നതും ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആണ്. ഗ്രൗണ്ട് ലെവൽ നേരത്തെ പറഞ്ഞ സൈക്ലിംഗ് സ്റ്റേഷൻ, സെഗ്വേ സ്റ്റേഷൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടൂറിസ്റ്റ് വരുന്നത്. ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്തിട്ട് ഈ റാമ്പ് വഴിയാണ് മുകളിലോട്ട് കയറുന്നത്. അതല്ല ഇവിടെ ആണെങ്കിൽ ഗോ കാർട്ടിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഗോ കാർട്ടിംഗ് ട്രാക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റാമ്പ് വഴിയാണ് അടുത്ത് വരുന്നത്. ഇത് പാർക്കിംഗ്, സർവീസ് ഏരിയ. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ RCC, ഇവിടെ ഈ പോർഷനിലായിട്ട് RCC ഫില്ലിംഗ് വരുന്നുണ്ട്. സ്കേറ്റിംഗ് ട്രാക്സിന്റെ ഡെപ്ത് ആയിട്ടാണ് ഈ RCC ഫില്ലിംഗ് വരുന്നത്. ഇവിടെ ഓഡിറ്റോറിയം വരുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പൂൾ സർവീസ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിന്റെ. ഈ ഒരു വാക്ക് വേ ആണ് ഈ വ്യൂ കാണിച്ചിരിക്കുന്നത്. ഈ പാർക്കിംഗിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഗോകാർട്ടിംഗ് ആണ് ഇത് ഓരോ ട്രാക്സ്. ഇതാണ് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. ഇവിടെയാണ് ഗാലറി ഫ്ലോർ വരുന്നത്. ഗാലറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന വ്യൂ ആണിത്.
പിന്നെ ഓരോ കോഡ്സിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട് ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ. ഇവിടെ വരുന്ന പുതുതായിട്ട് വരുന്ന യൂഷ്വലി ഇവിടെ വരുന്ന ആളുകൾ ഡെയിലി വരുന്നവരായിരിക്കും അല്ലെങ്കിൽ വീക്ക്ലി വരുന്നവരായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് കോട്ട് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഓരോ കോഡ്സിനും ഓരോ കളർ കോഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് കോട്ട് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ടാണ് കളർ കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പാർക്ക് വരുന്നത്, മുകളിലത്തെ പാർക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് വഴി കയറി വന്ന് ഇവിടെയാണ് അതിന്റെ പൂളും കാര്യങ്ങളും വരുന്നത്. ഇവിടെയാണ് ബ്രിഡ്ജിന്റെ കണക്ടിവിറ്റി വരുന്നത്. സെക്ഷൻ എ പൂളുടെ അടുത്ത സെക്ഷനാണ്. ഇത് അതിന്റെ സെക്ഷനിൽ വരുന്നത്. ഈ ഒരു പോർഷനിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സർവീസ് ഏരിയ വരുന്നത്. ഇവിടെ സ്റ്റാഫ് ഏരിയ വരും, ഇവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സർവീസ് വരും, ഇവിടെ ബാക്കി HU പോലുള്ള സർവീസ് എല്ലാം വരും. ഇവിടെ പൂളിന്റെ സർവീസ് ആണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈ 3 പൂളിന്റെയും സർവീസ് ഏരിയ വരുന്നുണ്ട്. അതിന്റെ പമ്പ് റൂം പോലുള്ള കാര്യങ്ങളും അതിന്റെ ഡ്രൈനേജ് എല്ലാം ഈ ഒരു സ്പേസിലായിട്ട് വരും. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് പൂൾ കൊടുത്തിരിക്കുന്നത്. 3 സൈഡും ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു കോമൺ സ്പേസിൽ നിന്നും ഇങ്ങോട്ട് വിഷ്വൽ കണക്ടിവിറ്റി കാണും. അതുപോലെ ഈ സ്കേറ്റിംഗ് ട്രാക്കിലോട്ട് വിഷ്വൽ കണക്ട് കാണും. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കേറ്റിംഗ് ട്രാക്കിന്റെ ഡെപ്ത് 2 മീറ്റർ വരുന്നുണ്ട്. ഇവിടെ അത് കോൺക്രീറ്റ് ഫില്ലിംഗ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഏരിയ ആണ് പാർക്ക് ആയിട്ട് വരുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ കോമൺ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ ടോപ്പ് പോർഷനിലായിട്ടാണ് കുറച്ച് ഇൻഡോർ ഗെയിംസും അതുപോലെ റെസ്റ്റോറൻറ്റും കൂടെ ഒന്നിച്ചുള്ളൊരു സ്പേസ് ആണ് ഇത്. ഇവിടെ അതിന്റെ ഔട്ട്ഡോർ സീറ്റിംഗ് വരും. ഇവിടെ വരുന്ന ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഗെയിംസ് ആയ പൂൾ, ബില്യാർഡ്സ് അതുപോലുള്ള ഗെയിംസ് എല്ലാം, സ്നൂക്കർ അതുപോലുള്ള ഗെയിംസ് എല്ലാം ഇവിടെ വരും. അതിന്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ജിം, യോഗ വരുന്നത്. ഇവിടെ ആർക്കേഡ് ഗെയിംസും അതുപോലെ ലേസർ ടാഗ് പോലെയുള്ള ഗെയിംസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഒരു കോർട്ടിന്റെ മുകളിലായിട്ടാണ് ഈ പാർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ഈ പാർക്കിന് വേണ്ടിയുള്ള ഗ്രീൻ റൂഫിന് വേണ്ടിയുള്ള ഡെപ്തും എക്സ്ട്രാ ഒരു 50 സെന്റിമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ ഇവിടെ താഴെ വാക്ക് വരും, ഇതിന്റെ മുകളിൽ ഒരു കോട്ട്, ഇവിടെ ഒരു കോട്ട് വരും. ഈ കോട്ടിൽ നിന്നും 10 മീറ്റർ പ്രൊജക്റ്റഡ് ആണ് മുകളിലത്തെ കോട്ട്. അതാകുമ്പോൾ താഴത്തെ കോട്ടിന് സൺഷെയ്ഡ് ആയിട്ട് അത് ആക്ട് ചെയ്യും. മുകളിലത്തെ കോട്ടിൽ ഫുട്ബോൾ കോട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് വെള്ളം കയറുന്നതിലൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് അതിനൊരു സൺഷെയ്ഡ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ എൻട്രിയാണ് ഈ റാമ്പ് വഴി ഗോ കാർട്ടിങ്ങിന്റെ സൈഡിലുള്ള റാമ്പാണ് ഇങ്ങനെ കയറി വരുന്നത്. ഇതിന്റെ താഴെ ഗോ കാർട്ടിങ്ങിനുള്ള ലെവൽ കിട്ടും. ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് തന്നെ മിനിമം 2 മീറ്റർ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതിന്റെ മിനിമം ഗോ കാർട്ടിങ്ങിന്റെ മിനിമം ഹൈറ്റ് 1.8 ആണ്. 2 മീറ്റർ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി സ്റ്റെപ്പ് കയറി വന്ന് ഈ ഇന്റർമീഡിയറ്റ് ലെവലിലോട്ടാണ് കയറുന്നത്. ഈ 2 കോട്ടിന്റെയും ഇന്റർമീഡിയറ്റ് ലെവലിലായിട്ടാണ് ഇതിന്റെ ഒരു കോമൺ സ്പേസ് വരുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ കോട്ടിൽ വരുന്നത് ഈ കോട്ടിൽ വരുന്നത് തമ്മിൽ ഇന്ററാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കോമൺ സ്പേസ് ഇവിടെ ആണ് വെച്ച് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് തമ്മിൽ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വിഷ്വൽ കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ അവർക്ക് ഈ ഫ്ലോറിലോട്ട് വരാനുള്ളൊരു ടെൻഡൻസി കാണും. ഇങ്ങനെ വന്ന് ഈ കോമൺ സ്പേസിൽ നിന്ന് ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇവിടെ വെന്റിലേഷൻ കുറവായതുകൊണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് സ്കേറ്റിംഗ് ട്രാക്കിന്റെ മുകളിലൂടെ ആയിട്ടാണ്. ഇതിന്റെ കോമൺ സ്പേസിൽ ചേഞ്ച് ചെയ്യും. ഈ കോമൺ സ്പേസിൽ നിന്ന് ഈ പൂള് കാണാൻ പറ്റും. ഇതിന്റെ ചുറ്റുമുള്ള റാമ്പായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ റാമ്പ്, മറ്റേ സൈഡിലുള്ള ടൂറിസ്റ്റ് ഏരിയയിലുള്ള റാമ്പ്. ഇതിങ്ങനെ കറങ്ങി വന്ന് ഈ കോമൺ സ്പേസിലോട്ട് എത്തും. ഇവിടുന്ന് മുകളിലോട്ട് കയറി ഈ ഗെയിംസിലോട്ട് വരും. ഇവിടെയാണ് ജിം, യോഗ എല്ലാം വരുന്നത്. ഇവിടെ ആർക്കേഡ് ഗെയിംസ് വരും. ഇവിടുന്ന് നേരെ ബ്രിഡ്ജിലോട്ട് വരും. കേസ് എന്ന് വെച്ചാൽ ഒരു കണക്ടിങ് പാത്തിനെ തന്നെയൊക്കെ കൂടുതൽ അതൊരു ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അതിൽ ലെവൽ ഡിഫറൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജിലോട്ട് ഈ റിക്രിയേഷണൽ ബിൽഡിംഗ് പ്ലേസ് ചെയ്യുന്നത് ഇവിടെയാണ്. അതിന് ടൂറിസ്റ്റ് റിക്രിയേഷൻ ഫങ്ഷൻസ് ഉള്ള സൈറ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് ഈ സൈഡിലോട്ടാണ്. ഇവിടുന്ന് കയറി വന്ന് ഒരു 1 മീറ്റർ ലെവൽ ഡിഫറൻസ് കൊടുത്ത് ആ 1 മീറ്റർ ലെവൽ ഡിഫറൻസിന്റെ അവിടെ നിന്ന് 2 സ്റ്റെപ്പ് ആയിട്ട് കൊടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ താഴെ പോർഷനിലായിട്ട് ഷൂട്ടിംഗ് റേഞ്ചും ആർച്ചറിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞു ഈ വാട്ടർ ബോഡിയിൽ ഇവിടെ കോമ്പറ്റീഷൻസ് ട്രാക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടൊരു വ്യൂ എന്നുള്ള രീതിയിലും കൂടെ ഒരു ഗാലറി എന്നുള്ള രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് അവർക്ക് കാണാം, ഇതിന്റെ മുകളിൽ ഇരുന്ന് കാണാൻ പറ്റും. ബാക്കി വാക്ക് വേസും കാര്യങ്ങളെല്ലാം ഇതിലൂടെ നടക്കും. ഇവിടെ ഒരു ഗ്രീൻ സ്പേസ് ആയിട്ടും ആക്ട് ചെയ്യും. ബ്രിഡ്ജിന്റെ മുകൾ ഭാഗം ഒരു ഗ്രീൻ സ്പേസ് ആയിട്ടും ആക്ട് ചെയ്യും. ഇവിടെ നേരെ പോയിട്ട് ഇതൊരു എക്സിബിഷൻ സ്പേസ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് സീറ്റിംഗ് സ്പേസും കാണും. ഇതും ഒരു കോമൺ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ എക്സിബിഷൻ സ്പേസും സീറ്റിംഗ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഏരിയ ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ആളുകളും അതുപോലെ റിക്രിയേഷൻ ബിൽഡിങ്ങിലുള്ള ആളുകളും ഒന്നിച്ചു കൂടാനുള്ള അവർക്ക് ഇന്ററാക്ഷൻ ഉള്ള പ്രൊവിഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതാണ് 2 ബിൽഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ഇത് കഴിഞ്ഞ് വരുന്നത് ഈ പാർക്കിംഗ് ബ്ലോക്കിലോട്ടാണ് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരു കോമൺ സ്പേസ് ആണ്. കാരണം ഇതുവഴി റോഡ് വഴി ആളുകൾ വന്ന് ഈ ലോബി വഴി അകത്തോട്ട് കയറി ഇവരുടെ ഒരു കോമൺ സ്പേസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഈ സ്പൈറൽ റാമ്പ് വഴി താഴോട്ട് വന്നിട്ടാണ് വാട്ടർ റിക്രിയേഷൻ ഫംഗ്ഷനിലോട്ട് പോകുന്നത്. ഈ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ATV ട്രാക്സ് ആക്സസ് ചെയ്യും. ഇവിടെ ഈ റാമ്പ് വഴി ഇങ്ങോട്ട് വന്ന് ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി ഈ താഴെയുള്ള റോഡിന്റെ മുകളിലൂടെ ഇവർ
ഈ അഡ്വഞ്ചർ പാർക്കിലോട്ടുള്ള എൻട്രി വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്നത് റെസ്റ്റോറൻറ്റും ഇതൊരു അഡ്മിൻ ഏരിയ ആയിട്ടാണ് വരുന്നത്. ബാക്കി ഇതിന്റെ മുകളിലോട്ട് 3 പാർക്കിംഗ് ഫ്ലോറും വരും, ഒരു മെഡിറ്റേഷൻ സെന്ററും ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക് ഈസ് നാച്ചുറൽ പൂൾസ്. ഇപ്പോൾ നാച്ചുറൽ പൂൾസ് എന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ എക്സിസ്റ്റിംഗ് പൂൾസിന് നാച്ചുറൽ ഫ്ലോറ ഫോണ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് മെയിനായിട്ട് 3 പ്രോസസ് ഉള്ളത്: ഫിൽട്രേഷൻ, പൂൾ ഹീറ്റിംഗ് ആൻഡ് വാട്ടർ ഫ്ലോ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഫിൽറ്ററിങ്ങിന് പകരം ബയോളജിക്കൽ ഫോണ യൂസ് ചെയ്തിട്ട് ഈ ഫിൽട്രേഷൻ പ്രോസസ് നടത്തും. മെയിനായിട്ട് അതിൽ പ്ലാന്റ്സ്, റീഡ്സ്, ബുൾറഷസ്, ഡക്വീഡ്സ് തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. സെക്കൻഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പൂൾ ഹീറ്റിംഗ് ആണ്. അത് ഇന്റൻസീവ് വാട്ടർ ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നാച്ചുറൽ സോളാർ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഡിസൈനിലോട്ട് വരുമ്പോൾ ഈ സൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ വാട്ടർ ബോഡി ഫിൽട്ടർ ചെയ്യാൻ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെറ്റ് ലാൻഡ്സ് യൂസ് ചെയ്യും. ആ വെറ്റ് ലാൻഡിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലോറയും ഫൗണയ്ക്ക് പുറമെ അവിടെ ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് ഒന്നുകൂടെ കാറ്റലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫ്ലോറയും ഫോണയും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ വുഡൻ വാക്ക് വേസ് അതിൻ്റെ ഒരു ബഫറായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ക്ലീൻ വാട്ടർ, ഇവിടെ റീജനറേഷൻ ഏരിയ വരും. അപ്പോൾ ഇതിൻ്റെ ബഫറായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ വാട്ടർ ഫിൽട്ടർ ചെയ്ത വാട്ടർ ഇങ്ങോട്ട് പമ്പ് ചെയ്യുകയും ചെയ്യും.